നിളയും ഭാരതപ്പുഴയും വരെ വറ്റിവരണ്ട കടുത്ത വേനൽ ചൂടിനിടയിലും തെരഞ്ഞെടുപ്പ് ചൂടിനെ അടുത്തറിയുകയാണ് ഇന്ന് പടക്കളം. എല്ലാ പ്രേക്ഷകർക്കും പടക്കളത്തിലേക്ക് സ്വാഗതം. ഇന്ന് പാലക്കാടിന്റെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ചർച്ച ചെയ്യാനുമായി നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ MLA-യും ഒപ്പം തന്നെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ശ്രീ M. ഹംസ, PCC അംഗമായ ശ്രീ കളത്തിൽ കൃഷ്ണൻകുട്ടി, ഒപ്പം തന്നെ BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഭാസി എന്നിവരാണ് നമ്മോടൊപ്പം ഇന്നുള്ളത്. ഏതായാലും പാലക്കാട് ജില്ല വലിയ ചൂടിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് ചൂട് ഒട്ടും മാറി നിന്നിട്ടില്ല എന്ന് തന്നെയാണ് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുന്നത്. ഏതായാലും വിവിധ മുന്നണികളുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ് എന്ന് നമുക്ക് ആദ്യം ഇവരോട് തന്നെ ചോദിക്കാം. ഒറ്റപ്പാലം MLA കൂടിയായിരുന്ന വ്യക്തിയാണ് താങ്കൾ. ആ വിധത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ഇടതുപക്ഷം നോക്കിക്കാണുന്നത്? ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ 100-ലേറെ സീറ്റുകളിൽ വിജയിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ 18 മണ്ഡലങ്ങളിൽ 8 മണ്ഡലങ്ങളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലക്കാട് ജില്ലയിൽ വിജയിച്ചതെങ്കിൽ ഇത്തവണ 12 മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ച് പാലക്കാട് ജില്ലയുടെ ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഇടതുപക്ഷ മുന്നേറ്റം നടത്താൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നിയമസമാധാന പാലനം ഭദ്രമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. അതിനെല്ലാം പുറമെ ഈ കേരളത്തിലെ ജനങ്ങളെയാകെ അപമാനിക്കത്തക്ക രീതിയിൽ എല്ലാ മേഖലകളിലും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു. 136 കേസുകളിൽ പ്രതിയായിട്ടുള്ള മന്ത്രിമാരാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ മന്ത്രിമാർ 136 കേസുകളിൽ പ്രതിയാകുന്ന ഏറ്റവും അപമാനകരമായൊരവസ്ഥയിലേക്ക് കേരളം എത്തി. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണമെന്ന അഭിപ്രായവും ആഗ്രഹവും കേരളത്തിലെ ജനങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. അതിൻ്റെ ജനവിധിയാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്നത്. മറ്റൊന്ന്, ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഉണ്ട്. ആ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വാഗ്ദാനങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടു. ജനങ്ങൾക്ക് വേണ്ടി കള്ളപ്പണം പിടിച്ച് 15 ലക്ഷം രൂപ എല്ലാവരുടെയും അക്കൗണ്ടിൽ ഇടുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. പക്ഷെ 10 പൈസ പോലും കള്ളപ്പണം പിടിച്ചില്ലെന്നും മാത്രമല്ല, എല്ലാ കള്ളപ്പണക്കാർക്കും എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഭരണകൂടമാണ് BJPയുടെ ഭരണകൂടമെന്ന് തെളിഞ്ഞു. ഈ ഭരണകൂട സംവിധാനത്തിനെല്ലാം എതിരായിട്ടുള്ളൊരു ജനവിധി ഇന്ത്യ രാജ്യത്തുണ്ടാകും. ആ ജനവിധിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ ജനങ്ങൾ BJPക്കെതിരായിട്ടും കോൺഗ്രസിനെതിരായും വിധി എഴുതുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ 100-ലേറെ സീറ്റുകളിൽ വിജയം വരിക്കുകയും ചെയ്യുന്ന അഭിമാനകരമായിട്ടുള്ള നേട്ടം ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. ശ്രീ കളത്തിൽ കൃഷ്ണൻകുട്ടി, പൊതുവായ ഭരണവിരുദ്ധ വികാരം ഏത് സർക്കാരിന്റെയും ഒരു വെല്ലുവിളിയാണ്. അതിനപ്പുറത്ത് നിന്ന് എങ്ങനെ പാലക്കാട് ജില്ലയിൽ അതിജീവിക്കാനാകുമെന്ന് കരുതുന്നു? ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുള്ള ഒരു പ്രത്യേകത, കേരളത്തിൽ ആദ്യമായിട്ട് ഭരണവിരുദ്ധ വികാരമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തിലെ വോട്ടർമാർ പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് ആത്മധൈര്യത്തോടു കൂടി UDF തുടർഭരണത്തിന് വേണ്ടി വോട്ട് ചോദിക്കുന്നത്. ഇന്നേ വരെ ഒരു ഗവൺമെൻറ്റും തുടർഭരണത്തിന് വേണ്ടി വോട്ട് ചോദിച്ചിട്ടില്ല. 5 കൊല്ലം LDF, 5 കൊല്ലം UDF എങ്ങനെ മാറിയിട്ടായിരുന്നു കേരളത്തിൽ പന്തുകളിയെങ്കിൽ ഇത്തവണ ആത്മധൈര്യത്തോടു കൂടി തന്നെ UDF പറയുന്നു, തീർച്ചയായും UDF ഗവൺമെൻറ് അധികാരത്തിൽ തിരിച്ചു വരും. അതിൻ്റെ നാഞ്ഞു കുറിക്കുന്ന ബലമായിരിക്കും ഈ പാലക്കാട് ജില്ലയിൽ. MLA വാഗ്ദാനത്തെ ഞാൻ പറഞ്ഞുതരാം. MLA പറഞ്ഞു മുഴുവനും തൂത്തുവാരുമെന്ന് പറഞ്ഞു. അത്രയ്ക്കുള്ള ഒരു ബുദ്ധിമോശം എനിക്കില്ല. അങ്ങനെ മുഴുവനും തൂത്തുവാരെന്ന് പറയാൻ ഞാൻ തയ്യാറില്ല. കഴിഞ്ഞ തവണത്തതിൽ വെച്ച് വളരെ മുന്നോട്ട് പോകാൻ UDFന് സാധിക്കും. അതിൻ്റെ ഭരണ നേട്ടങ്ങളെ നിരത്തിക്കൊണ്ട്, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട്, വോട്ടർമാരുടെ വിശ്വാസം നേടിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരും. അതുകൊണ്ട് ഭരണ തുടർച്ചയുണ്ടാകും. അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ ബാലകൃഷ്ണപിള്ളയുടെ തോളിലെ സഖാവ് VS കേസ് നടത്തി ജയിലിൽ കിടത്തി ഒരുപാട് രാജ്യത്ത് പ്രചരണം നടത്തിയ ഒരു പാർട്ടി അദ്ദേഹത്തെ മുന്നണിയിലേക്ക് എടുത്ത് അദ്ദേഹത്തിൻ്റെ പിന്നിൽ നടത്തി. എന്നിട്ട് ഇവിടെ അഴിമതിയുടെ പേരിൽ പറഞ്ഞ് UDFനെ കരിവാരി തേക്കാൻ വേണ്ടിയുള്ള ബഹളം നടക്കുകയാണ്. കേസുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ, എത്ര വലിയവനാണെങ്കിലും ശിക്ഷയ്ക്ക് വിധേയനാണ്. അതിലൊന്നും ഞങ്ങൾ കൂട്ടാക്കുന്നില്ല. വികസനം നടക്കുമ്പോൾ അതിൽ അസൂയ കൊണ്ട് വികസനത്തിന് കുറ്റം പറയാൻ വഴിയില്ലാതാകുമ്പോൾ അതിനെ നോക്കി കാണിക്കുന്നതിന് വേണ്ടി അഴിമതി ആരോപിച്ച് അതിനെ കരിവാരി തേച്ച് ജനങ്ങളെ വഴിതെറ്റിച്ച വികസനത്തിന് മുടക്കുന്ന നയമാണ് ഇവിടെ ഇടതുപക്ഷം കാലാകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത്. ആത്മാർത്ഥമായി ജനങ്ങളുടെ ജീവിത പ്രശ്നം പരിഹരിക്കുന്നതിന് ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ മുഴുവനും നിറവേറ്റിയ ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് യാതൊരു അവിശ്വാസവുമില്ല. നല്ല ആത്മവിശ്വാസത്തോടെയും ദൃഢവിശ്വാസത്തോടും കൂടിയിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ് ഇലക്ഷനെ നേരിടുന്നത്. ശ്രീ ഭാസി, പൊതുവിൽ കേരളത്തിൽ ഒരു മുന്നേറ്റം നടത്താമെന്ന പല മേഖലകളിലും പല മണ്ഡലങ്ങളിലും പ്രതീക്ഷയുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രസ്റ്റീജ് മണ്ഡലങ്ങൾ കൂടി BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എങ്ങനെയാണ് പ്രതീക്ഷ? പാലക്കാട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി കേരളത്തിൽ ആദ്യമായി BJP ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ആയിട്ട് പാലക്കാട് മാറി. ഇത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഒരു സൂചനയായിരുന്നു. അപ്പോൾ ആ സൂചന തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഇവിടുത്തെ നേരത്തെ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ LDFിൻ്റെയും UDFിൻ്റെയും ആളുകൾ സൂചിപ്പിച്ച പോലെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച UDF ഗവൺമെൻറ്, നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് 2 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. ഇത്രയും ചെറിയൊരു മാർജിനിൽ അധികാരത്തിൽ വന്ന സർക്കാർ ഇന്നേ വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ശക്തമായ ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവും ഉള്ള ഒരു സ്ഥലത്ത് ഈ 5 വർഷം അഴിമതിയിൽ സർവ്വമേഖലകൾ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല, ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അങ്ങനെ ഒരു ഭരണത്തെ അതിനെ നേർവഴിക്ക് നയിക്കാനോ അതിനെ താഴെയിടാനോ അതിനെ ശരിയായ രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ യഥാർത്ഥ കടമ കേരളത്തിലെ ജനങ്ങളോടുള്ള കടമ നിറവേറ്റുന്നതിൽ പ്രതിപക്ഷം അമ്പേ പരാജയപ്പെട്ടു എന്നാണ് ഈ കഴിഞ്ഞ 5 വർഷം നമുക്ക് കാണിക്കരുത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ഞാൻ അതിനുകൂടി മറുപടി പറയാം. ഇന്ത്യയിൽ അസഹിഷ്ണുത, ഞാൻ ചോദ്യം ചോദിക്കട്ടെ, BJP ശക്തമായിട്ടുള്ള ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകന് ഒരു രോമത്തിന് പോലും കേടുപറ്റാൻ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. BJPയുടെ നേതാവ് ബാസി പറഞ്ഞത് BJP ഗവൺമെൻറ് അഴിമതിയേ നടത്തിയിട്ടില്ല എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, BJP ഗവൺമെന്റിന്റെ മധ്യപ്രദേശ് ആരാണ് നേതൃത്വം കൊടുക്കുന്നത്? 2000 കോടി രൂപയുടെ വ്യാപം അഴിമതിക്ക് നേതൃത്വം കൊടുത്തത് BJP അല്ലേ? 2000 കോടി രൂപയുടെ അഴിമതി. ഇവിടെ IPL അഴിമതി, ലളിത് മോഡി, ഞാൻ പറയട്ടെ, ലളിത് മോഡി എന്ന് പറയുന്നയാളെ വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള തീരുമാനമെടുക്കാൻ എല്ലാ സഹായം ചെയ്തു കൊടുത്ത സുഷമ സ്വരാജിനെ BJP പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ? ലളിത് മോഡി എന്ന് പറയുന്ന ഏറ്റവും വലിയ കള്ളപ്പണക്കാരനെ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുത്ത സുഷമ സ്വരാജ് അല്ലേ? മഹാരാഷ്ട്രയിലെ കുട്ടികളുടെ ക്ഷേമത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ട 2000 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയത് BJPയുടെ മന്ത്രിയാണ് എന്ന് എല്ലാവർക്കും അറിയില്ലേ? ഇതാണ് BJPയുടെ മന്ത്രിയുടെ മന്ത്രിമാർ എപ്പോഴും അഴിമതിക്കാരാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണിത്. രണ്ടാമത്, അസഹിഷ്ണുതയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ, BJP ഉള്ള ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും CPMന് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഡൽഹി ആരാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ഡൽഹി സംസ്ഥാനത്തിന് പോലീസ് ഇല്ല കേട്ടോ. ഡൽഹിയിലെ പോലീസ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിൻ്റെ ഡൽഹിയിൽ CPIMൻ്റെ പാർട്ടി ഓഫീസിൻ്റെ കരിവാരിത്തേക്കുകയും CPIMൻ്റെ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിക്കെതിരായി കേസെടുക്കുകയും ചെയ്തത് അസഹിഷ്ണുതയുടെ പ്രതീകമല്ലേ? എല്ലായിടത്തും അസഹിഷ്ണുതയാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ BJPക്കാർ എടുത്തു കളഞ്ഞില്ലേ? നമുക്ക് ഭക്ഷണം എന്താണ്, നമ്മുടെ അടുക്കളയിൽ വെക്കുന്ന ഭക്ഷണം ഏതാണ് എന്ന് തീരുമാനിക്കാൻ നാളെ നരേന്ദ്രമോദിക്ക് അധികാരം വേണമെന്നാണ് BJPക്കാർ വാദിക്കുന്നത്. ഇത്തരമൊരവസ്ഥ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് BJPയിൽ നിന്ന് ഇന്ത്യ രക്ഷപ്പെടണം. ഇവിടെ ജനാധിപത്യ ഇന്ത്യയാണ്, ഇവിടെ മതനിരപേക്ഷ ഇന്ത്യയാണ്, ഇവിടെ ഡെമോക്രസിയുടെ കാത്തുസൂക്ഷിപ്പുകാരാണ് നമ്മളെല്ലാം. ആ ഡെമോക്രസിയുടെ കാത്തുസൂക്ഷിപ്പുകാരായിട്ടുള്ള നാം കേരളീയർ അതിന് മാതൃക കാണിക്കണം. 57-ൽ കേരളത്തിൽ മാതൃക കാണിച്ചതാണ്, 67-ൽ മാതൃക കാണിച്ചതാണ്. അങ്ങനെ മാതൃക കാണിച്ച കേരളം ഇതാ 2016-ൽ BJPക്കെതിരായും ഐക്യജനാധിപത്യ മുന്നണിക്കെതിരായും വിധിയെഴുതി 100 സീറ്റിലേറെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ച് അധികാരത്തിൽ വരുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഒരുപക്ഷെ ശ്രീകൃഷ്ണൻകുട്ടി ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമായ ഒരു അവസ്ഥയുമാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ കേരളത്തിന് ആ വേണ്ടപ്പെട്ട പരിഗണന കിട്ടിയെന്ന് കരുതുന്നുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ കാർഷിക മേഖലയൊക്കെ വളരെയേറെ പാലക്കാട് ജില്ലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. കേന്ദ്രത്തിലെ ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ കേരളത്തിലെ 20 MP-മാരാണ് നമ്മൾ പാർലമെൻറ്റിലേക്ക് സംഭാവന ചെയ്യുന്നത്. അത് വ്യത്യസ്ത മുന്നണികളിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് ഇവരുടെ സമ്മർദ്ദം ശക്തമായി അവിടെ നിലനിൽക്കണമെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുകയുള്ളൂ, നമ്മുടെ വികസന രംഗത്ത് കുതിപ്പുണ്ടാവുകയും ചെയ്യൂ.
പല കാലത്തും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഇടപെടൽ കൊണ്ട് നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാനും ഇപ്പം മെട്രോ ആയാലും വിഴിഞ്ഞമായാലും പദ്ധതികളെല്ലാം തന്നെ കൊണ്ടുവരാൻ ഇതിന് അവരവരുടെ ക്രെഡിറ്റിൽ പെടുത്തും ഇപ്പോൾ. ആയിക്കോട്ടെ, അതിപ്പോൾ ആര് വേണമെങ്കിലും ക്രെഡിറ്റ് പെടുത്തിക്കോട്ടെ. അതിലൊന്നും ഇപ്പോൾ ജനങ്ങൾക്ക് തുറന്ന പുസ്തകമാണ്, ജനങ്ങൾക്ക് അറിയാം. അവരാണെങ്കിൽ അവരായിക്കോട്ടെ, ജനങ്ങൾക്ക് അറിയുമല്ലോ. നമ്മളതിനെപ്പറ്റി തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നതല്ലേ. അപ്പോൾ വ്യവസായ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ടെക്നോളജിയുടെ രംഗത്തായാലും എല്ലാ രംഗത്തായാലും അത്ഭുതകരമായ ഒരു മാറ്റമാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. അത് നിഷേധിക്കാൻ ഒരാൾക്കും കേന്ദ്രത്തിന് അത് പാലക്കാട് ഉണ്ടായിട്ടില്ല. അത് തന്നെയാണല്ലോ വിജയദാസ് കഴിഞ്ഞ ദിവസം കോങ്ങാട് MLA മാതൃഭൂമി അഭിമുഖ സംഭാഷണത്തിൽ ഇതുപോലെ നടന്ന സംഭാഷണത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? UDF ആണ് ഭരിക്കുന്നതെങ്കിലും എൻ്റെ നിയോജക മണ്ഡലത്തിൽ വമ്പിച്ച വികസന സാധ്യതകൾ ഉണ്ടായിരുന്നു, അതെല്ലാം നിറവേറ്റിയിരിക്കുന്നു. എതിർപ്പുണ്ടായിട്ടില്ല. ഗവൺമെന്റ് എല്ലാ സഹകരണവും പ്രതിപക്ഷ MLA-മാർക്ക് കൊടുത്തു എന്നും ആ വികസനം ആ മണ്ഡലത്തിൽ കിട്ടി എന്നും MLA തന്നെ സമ്മതിക്കുന്നു. പല MLA-മാരും സമ്മതിക്കുന്നു. പിന്നെ ഇതിൽ മീത് എന്താ സർട്ടിഫിക്കറ്റ് വേണ്ടത്? വേറെ വല്ല സർട്ടിഫിക്കറ്റ്? പല MLA-മാർ ഇപ്പൊ AK ബാലനായാലും നമുക്ക് പാലക്കാടിലെ പ്രത്യേകിച്ചുള്ള വിഷയങ്ങളിലേക്ക് വരാം. കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഇതിലൊക്കെ സംസ്ഥാന സർക്കാരിന് എത്രത്തോളം ഇടപെടാനായിട്ടുണ്ട്? നെൽകൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നെൽകൃഷിയെ സംബന്ധിച്ച് കർഷകർക്ക് പെൻഷൻ കൊണ്ടുവന്നു, പെൻഷൻ വർദ്ധിച്ചു. കർഷക തൊഴിലാളികളുടെ പെൻഷൻ വർദ്ധിച്ചു, താങ്ങുവില വർദ്ധിച്ചു. കർഷകർക്ക് പൈസ എത്തിയിട്ടുണ്ടോ? എത്രയോ കണക്കിന് സ്ഥലം തരിശായി കിടക്കുന്നു. പൈസ കിട്ടാല കൊടുക്ക എന്ന് ഗവൺമെന്റ് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സാങ്കേതിക വശം തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നമാണെങ്കിൽ പൈസ കൊടുക്കും, വേണ്ട. അത് കൊടുക്കും, കൊടുത്തിട്ടില്ല, കിട്ടിയിട്ടില്ല എന്നുള്ള പല കിട്ടും. മേഡത്തിന്റെ ആദ്യം പേരൊന്ന് വിവരിച്ചാൽ കൊള്ളാം. എന്താ പേര് മേഡം? വിവരിക്കാനൊന്നുമില്ല, പേര് സൗമ്യ. സൗമ്യ ഹിന്ദു ആണല്ലോ. ഞാൻ മനുഷ്യനാണല്ലോ. ഈ ചോദ്യം ചോദിക്കുകയാണ്, കേരളത്തിന്റെ മണ്ണിൽ സാക്ഷാൽ ഭഗവാനാണ് ആദ്യം. അതായത് ഇയാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോദ്യം ചോദിക്കാം. ഹംസ എമ്മോട് സാറോട് ചോദിക്കണത്, ഇയാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ മണ്ണിൽ പ്രബുദ്ധനായ ശ്രീമാൻ ശ്രീകൃഷ്ണന്റെയും മഹാരാജന്റെയും ഉള്ള ഉൾപ്പെട്ട ആൾക്കാരുടെ ദൈവത്തിന്റെ ഫോട്ടോ മാറ്റി വെച്ചിട്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള തമ്മാടികളായ പിണറായി വിജയന്റെയും കൊടിയേരി ബാലകൃഷ്ണന്റെയും ഈ പറഞ്ഞ പിണറായി വിജയനെ പോലെ വെക്കാൻ ഇവർക്ക് എന്ത് അർഹതയാണ് ഉള്ളത്? ചോദ്യം ചോദിച്ചു പറയൂ. ചോദ്യം ചോദിച്ചു മറുപടി പറയാൻ പറയൂ. ഹിന്ദുവല്ലേ? ഇവർക്ക് എന്തുകൊണ്ട് അർഹതയില്ലേ? ഹിന്ദുവിനെ അവഗണിക്കാൻ ഇവർക്ക് എന്താ അർഹത? അങ്ങനെ ഒരു ചോദ്യം ഇവിടെ നമുക്ക് ചോദ്യം ചോദിക്കുമ്പോഴും ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും എല്ലാം നമ്മൾ പക്വത കാണിക്കുകയും, ഞാൻ പക്വത കാണിക്കുകയും നമ്മളൊരു മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുകയും ചെയ്യണം. നമ്മൾ വിവിധ ജാതികളിലും മതങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലും പറ്റവർ എല്ലാം ഇവിടെയുണ്ട്. നമുക്ക് തമ്മിൽ ആശയപരമായിട്ടുള്ള ഏറ്റുമുട്ടൽ, ആരോഗ്യകരമായ ഏറ്റുമുട്ടൽ, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഒരു കാര്യം മാത്രം പറയാം, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ചിട്ടുള്ള ഒരു മഹാനാണ് ഭഗത് സിംഗ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള വിമാനത്താവളത്തിന്റെ പേര് മാറ്റിയത് അങ്ങ് അറിയുമോ? ഇവിടെ സംഘികൾ അധികാരത്തിൽ വന്നപ്പോഴല്ലേ ഭഗത് സിംഗിന്റെ പേര് വിമാനത്താവളത്തിന് മാറ്റിയത്? എന്തൊരു ലജ്ജാകരമാണിത്. ഇവിടെ നമുക്കറിയാം, ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ മധുരം വിതരണം ചെയ്യാൻ പാടുണ്ടോ? രാഷ്ട്രപിതാവല്ലേ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടാൽ മധുരം വിതരണം ചെയ്യാൻ പാടുണ്ടോ? ഗോഡ്സേക്ക് ആരാധകരെ ഉണ്ടാക്കാൻ പാടുണ്ടോ? ഗോഡ്സേക്ക് സ്മാരകം പണിയാൻ പാടുണ്ടോ? ഗോഡ്സേക്ക് സ്മാരകം പണിയുന്ന ലജ്ജാകരമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയില്ല. വൈസ് ചാൻസലർ ആയിരുന്ന UR അനന്തമൂർത്തി മരിച്ചു. എത്ര വലിയ പണ്ഡിതനാണ് അദ്ദേഹം, എത്ര പേരെ പഠിപ്പിച്ചയാളാണ് അദ്ദേഹം, എത്ര പേരുടെ ആരാധകനാണ് അദ്ദേഹം. ഇവിടെ നമ്മുടെ നാട്ടിലെ BJP-യുടെയും RSS-ന്റെയും ABVP-യുടെയും നേതാക്കന്മാർ മനസ്സിൽ സൂക്ഷിക്കുന്ന UR അനന്തമൂർത്തി എന്ന് പറയുന്ന മഹാൻ മരണപ്പെട്ടപ്പോൾ മധുരം വിതരണം ചെയ്തത് അസഹിഷ്ണുതയല്ലേ? അതൊക്കെയല്ലേ നമുക്ക് ലജ്ജാകരമായത്? പക്ഷേ അദ്ദേഹത്തിന്റെ ചോദ്യത്തിനൊരു നിലപാട് കൂടി BJP വ്യക്തമാക്കേണ്ടതുണ്ട്. പൊതുവിൽ ഇങ്ങനെയാണ് BJP നിലപാട് എന്ന ആൾക്കാർ പറയുന്നതിൽ തെറ്റുണ്ടോ? ഈ വിധത്തിലാണെങ്കിൽ BJP-യുടെ നിലപാട് വിശദമാക്കാൻ ഞാനാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറയുന്നതാണ് BJP-യുടെ നിലപാട്. ഇതിൽ വന്ന പൊതുജനങ്ങളെ അവരുടെ നിലപാട് പറയുന്നത് BJP-യുടെ നിലപാടല്ല. BJP-യുടെ നിലപാട് BJP-യുടെ ഒഫീഷ്യൽ. BJP-ക്ക് ആ നിലപാടില്ലല്ലോ.
ബിജെപിയുടെ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഞാനാണ്. അപ്പൊ ബി ജെ പിക്ക് നിലപാടില്ലല്ലോ. ദൈവങ്ങളുടെ പടം മാറ്റി അവിടെ പിണറായിയുടെയും കോടിയേരിയുടെയും വെക്കുന്നത് ഇടതുപക്ഷത്തിന്റെ തീരുമാനമാണല്ലോ. തീരുമാനമാണ്. ഇന്ത്യയിൽ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്, ദൈവത്തെ ആരാധിക്കാത്തവരുണ്ട്. അതൊക്കെ എത്രയോ കാലമായിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. മറുപടി നൽകിയിട്ടുണ്ട്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ബി ജെ പിയുടെ പ്രധാനമന്ത്രിയല്ല. ബി ജെ പിയിലെ ഇന്ത്യയിലെ 30 സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതിലെ ബി ജെ പിക്കാർ മാത്രമല്ല, ബി ജെ പിക്ക് ആകെ അന്ന് 35 ലക്ഷം മെമ്പർമാരാണ് ബി ജെ പിക്ക് അന്നുണ്ടായിരുന്നത് ഈ 2014 തെരഞ്ഞെടുപ്പിൽ. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് 16 കോടി ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ചിട്ടാണ്. അതിപ്പോഴാണ് വിവരമില്ലെങ്കിൽ അത് പറ. വിവരമില്ലെങ്കിൽ അത് പറയാട്ടോ, വിവരക്കേട് പറയണത്. അടുത്ത ചോദ്യത്തിലേക്ക്. നിർത്തിയല്ലോ, അവര് നിർത്തിയല്ലോ, അവര് നിർത്തിയല്ലോ, അവര് നിർത്തിയല്ലോ. അവര് സംസാരിക്കുമ്പോ എല്ലാവരോടും അവര് നിർത്തിയല്ലോ. മതി മതി. ഇരിക്കൂ അവിടെ. ദയവ് ചെയ്തിരിക്കൂ. സഹകരിക്കൂ. ദയവ് ചെയ്ത് സഹകരിക്കുക, അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കുക. ദയവ് ചെയ്ത് സഹകരിക്കുക, അല്ലെങ്കിൽ ഇത് അവസാനിക്കും. അതാണ് നമുക്ക് പ്രോഗ്രാം നമുക്ക് ചർച്ചകളാവാം, തികച്ചും ആരോഗ്യകരമായ ചർച്ച. നമുക്ക് നമ്മുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. വളരെ നന്നായി ചർച്ച തുടരാം. ഏതാ ശരി ഏതാ തെറ്റ് എന്ന് ഈ കാണുന്ന ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഈ പ്രതിഷേധം നമുക്ക് 16-ാം തീയതി രേഖപ്പെടുത്താം. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ എന്തെങ്കിലും സാധനം നൽകിയിട്ടുണ്ടോ? സാധനങ്ങളുടെ വില എന്തുമാത്രം കുതിച്ചു കയറി. അത് ജനവിരുദ്ധ വികാരമായി വരില്ലേ? അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ. അതേപോലെ മറ്റ് പല രംഗങ്ങളിലും തന്നെ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധ വികാരം ഉയർന്നിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ കാണും എന്നാണ്. പൊതുവിതരണ സമ്പ്രദായത്തിൽ ഈ പറഞ്ഞ ആരോപണങ്ങളൊന്നും ശരിയല്ല. അതായത് ഗവൺമെന്റിന് കഴിയാവുന്ന പരമാവധി എല്ലാ സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട്. വില നിലവാരം ഇന്ത്യ അടിസ്ഥാനത്തിലുണ്ടായ ചെറിയ വില വർധനവുണ്ട് എന്നുള്ളതും അത് ഫലപ്രദമായി മാർക്കറ്റിൽ ഇടപെടുന്നതിന് വേണ്ടി ഗവൺമെന്റ് സംവിധാനം പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇതുവരെ ഇവിടെ നടത്തിയ ഈ ഭരണത്തിനെതിരായും വിലക്കയറ്റത്തിനെതിരായോ അല്ലെങ്കിൽ മറ്റോ ഗവൺമെന്റിനെതിരായി നടത്തിയ എല്ലാ സമരങ്ങളും വെള്ളത്തിൽ വെടിവെച്ച പോലെ പരാജയപ്പെട്ടതാണ്. ഒരു സമരവും ജനകീയ സമരം വിജയിച്ചിട്ടില്ല എന്നുള്ളത് ജനങ്ങൾ അത് അംഗീകരിക്കണു എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിലൊക്കെ ജനങ്ങളെ ഇപ്പൊ പറഞ്ഞല്ലോ 2 സീറ്റുണ്ടായ ഒരു ഗവൺമെന്റിനെ തുടരാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് പണ്ടേ പോകില്ല. മൂത്രമൊഴിക്കാൻ പോയ ഗവൺമെന്റ് മറിഞ്ഞു പോകുന്ന പ്രതിപക്ഷം കളിയാക്കിയതല്ലേ? അത് കഴിഞ്ഞിട്ട് വയറിളകിയിട്ട് ഈ ഗവൺമെന്റ് പോയില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ജനങ്ങളുടെ ഞാൻ ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ട് അങ്ങേക്ക് ചോദിക്കാം. ഇവിടെ നമുക്ക് വിലക്കയറ്റം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, ആ പ്രതിഭാസത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വല്ലാത്ത പരാജയമല്ലേ സംഭവിച്ചത്? 2011 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇറങ്ങിപ്പോകുമ്പോൾ സഖാവ് VS മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പോകുമ്പോൾ മാവേലി സ്റ്റോറിലെ അരിയുടെ വില 1 കിലോ അരിയുടെ വില 14 രൂപ. ഇപ്പോൾ മാവേലി സ്റ്റോറിലെ അരിയുടെ വില 27.5 രൂപ. മാവേലി സ്റ്റോറിൽ അരിയുടെ വില കൂടിയില്ലേ? ഇപ്പോൾ
പരിപ്പില്ലാത്ത പരിപ്പുവട ഉണ്ടാക്കാനല്ലേ ആളുകൾ ശ്രമിക്കുന്നത്? ഉഴുന്നില്ലാത്ത ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക എന്നല്ലേ പാവപ്പെട്ട സ്ത്രീകൾ ആലോചിക്കുന്നത്? എല്ലാ സാധനങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങൾക്കും വില കൂടുന്ന സന്ദർഭത്തിൽ നോക്കുകുത്തിയായിട്ടല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിന്നത്? നേരെ മറിച്ച് അരിക്ക് ക്ഷാമം നേരിട്ട സന്ദർഭത്തിൽ, അരിയുടെ വില കൂടിയ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് VS മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ബംഗാളിൽ പോയി സഹകരണ പ്രസ്ഥാനങ്ങളെ കൊണ്ട് അരിക്കട തുടങ്ങിച്ച് 14 രൂപക്ക് അരി വിതരണം ചെയ്തിട്ടുള്ള മാതൃക കാണിച്ചില്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി? അങ്ങനെയല്ലേ വിലക്കയറ്റം നിയന്ത്രിക്കേണ്ടത്? അഴിമതിക്കെതിരെ ഒരുപാട് ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറഞ്ഞു അല്ലേ? നിങ്ങൾക്ക് നേരിടാൻ എന്താണ് അതിന് തക്കതായിട്ടുള്ള തെളിവുള്ളത്? അതിനേക്കാൾ വലിയൊരു അഴിമതി നേരത്തെ ഉണ്ടായിരുന്നില്ലേ ലാവ്ലിൻ കേസിൽ? അതിലെന്ത് ചെയ്തു? അഴിമതി നിങ്ങൾ ആരോപിക്കൂ, തെളിയിക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ മന്ത്രിമാരും പറയുന്നത് തെളിയിക്കട്ടെ എന്നാണ് അല്ലേ? പക്ഷേ ഇത്രയും ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു ഗവൺമെന്റ് ഇതിനു മുമ്പ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അഴിമതിക്ക് തെളിവുണ്ട്. നമുക്ക് ആൻസറിലേക്ക് പോകാം. മനസ്സിലായി. രണ്ട് ഉത്തരത്തിലേക്ക് പോകാം. സമയം പോകുന്നു. പറയണ്ടേ? പെട്ടെന്ന് നിങ്ങള് ഈ ഞങ്ങളുടെ മദ്യനയം ഇതല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ വ്യക്തമായില്ലേ നിങ്ങൾ ആരോട് എന്ത് ചെയ്തിട്ടാണ് ഈ മദ്യലോബി ഈ ആരോപണം ഉണ്ടാക്കിയെന്നുള്ളത്? രണ്ടാമത്തെ കാര്യം, അതായത് ഈ സരിത കേസ് നിങ്ങൾ ഇലക്ഷന്റെ 10 ദിവസം മുമ്പ് വീണ്ടും പൊക്കിക്കൊണ്ടുവരാൻ നിങ്ങളാരാ? ഞങ്ങളുടെ നേതാക്കന്മാർ അഴിമതിക്ക് തെളിവുണ്ട്. അഴിമതിക്ക് തെളിവുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചത് മറുപടി പറയട്ടെ. അഴിമതി വിഷയത്തിൽ തെളിവുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു കാര്യം മാത്രം ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്തിന്റെ പേരെന്താ? മറുപടി പറയട്ടെ. പറയട്ടെ. ബഹുമാനപ്പെട്ട ഇവിടെ ഞാൻ പറയട്ടെ. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് അഴിമതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കേണ്ട കാര്യം? 136 കേസാണ് കേരളത്തിലെ മന്ത്രിമാർക്കെതിരായി തന്നെ എടുത്തത് എന്ന നിയമസഭയിലാണ് ഉത്തരം കിട്ടിയത്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി നിയമസഭയിൽ നൽകിയ ഉത്തരം എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഉത്തരം പറയുന്നത്. 136 കേസ് കേരളത്തിലെ മന്ത്രിമാർക്കെതിരായി 5 കൊല്ലത്തിനുള്ളിലുണ്ടായി. 1. 2. ലാവ്ലിൻ കേസിനെ കുറിച്ച് പറഞ്ഞു. കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് നിരവധി സംസ്ഥാനങ്ങളുണ്ട്. നിരവധി സംസ്ഥാനങ്ങളിൽ നിരവധി വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കൂ. ഇന്നുവരെയുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിമാർ ആ വകുപ്പിൽ ഇടപെട്ടതിൻ്റെ ഏറ്റവും വലിയൊരു അംഗീകാരം 1100 മെഗാവാട്ട് വൈദ്യുതി 2 കൊല്ലം കൊണ്ട് ഉൽപ്പാദിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ. ആ സഖാവ് പിണറായി വിജയനെതിരായി അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് തകർക്കാമെന്ന് ആരും നോക്കണ്ട. ജുഡീഷ്യൽ കമ്മീഷൻ ജുഡീഷ്യറിയുടെ മുമ്പിൽ തെളിയിച്ചു കഴിഞ്ഞു. ലാവ്ലിൻ കേസിൽ സഖാവ് പിണറായി വിജയൻ പ്രതിയല്ല എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞു. ഇനി എന്താ പ്രശ്നം? LDF വരും, എല്ലാം ശരിയാകും എന്നാണ് മുദ്രാവാക്യം. 2012 മുമ്പ് നിങ്ങൾ ഭരിച്ചു 5 വർഷം. അന്നൊന്നും ശരിയാക്കിയില്ല. ഈ 5 വർഷം UDF സർക്കാർ ഭരിച്ചു. ഒട്ടേറെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തു. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ തൊട്ട മണ്ഡലമായ മലമ്പുഴ നിയോജക മണ്ഡലം VS അച്യുതൻ എന്ന പ്രതിയാണ്. ആൾ എത്ര പ്രാവശ്യം മണ്ഡലത്തിൽ കയറി ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? ഒരിക്കലെങ്കിലും വന്നിട്ടോ? ആ വർഷത്തിൽ ഒരിക്കൽ മാവേലിയെ പോലെയാണ് ആൾ വരുന്നത്. അറിയോ വന്നിരിക്കുന്നത്? ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുക? പിന്നെ ബീഫ് കഴിക്കുന്നവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു BJP-കാരനോട് ചോദിക്കുന്നത്. അത് എന്താണ് ഞങ്ങൾക്കുള്ള അതിന്റെ അഭിപ്രായം എന്താണ്? സഖാവ് VS മലമ്പുഴയിൽ 15 കൊല്ലക്കാലമായിട്ട് MLA ആണ്. അദ്ദേഹം 15 കൊല്ലക്കാലത്തിനുള്ളിൽ അദ്ദേഹം ആയിരുന്നില്ല മലമ്പുഴയിലെ MLA എങ്കിൽ കേരളത്തിലെ 2ാമത്തെ വ്യവസായ കേന്ദ്രം എന്ന ആ കഞ്ചിക്കോടിന്റെ സ്ഥാനം നഷ്ടപ്പെടുമായിരുന്നു എന്നതാണ് സ്ഥിതി. എത്ര ഈ ഇന്നുണ്ടായിട്ടുള്ള ആഗോളവൽക്കരണത്തിന്റെ പ്രതിസന്ധിയുടെ കാലത്ത് പ്രതിസന്ധിയുടെ കാലത്ത് എല്ലാ പബ്ലിക് സെക്ടർ കമ്പനികളും പൂട്ടാനും സ്വകാര്യ മേഖലയിലെ വ്യവസായങ്ങൾ ഉൾപ്പെടെ തകർക്കാനും തീരുമാനിച്ച സന്ദർഭത്തിൽ കഞ്ചിക്കോട്ട് ഒറ്റ വ്യവസായ സ്ഥാപനത്തെയും പൂട്ടാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് പോരാട്ട രംഗത്തേക്ക് ഇറങ്ങുക ഒരു നേതാവാണ് സഖാവ് VS. അങ്ങനെയാണ് ഈ മലമ്പുഴയുടെയും പാലക്കാട് ജില്ലയുടെയും സമ്പദ്ഘടന സംരക്ഷിച്ചത് സഖാവ് VS-ന്റെ ഇടപെടൽ കൊണ്ടാണ് എന്നറിയാമോ? ഇൻസ്ട്രുമെന്റേഷൻ പൂട്ടാൻ വേണ്ടി തീരുമാനിച്ച സന്ദർഭത്തിൽ ഇൻസ്ട്രുമെന്റേഷൻ പൂട്ടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്, ധീരമായി ഇടപെട്ടത് കേരളത്തിന്റെ പ്രിയപ്പെട്ട VS ആണ് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഈ അവകാശവാദം ശുദ്ധ അസംബന്ധമാണ്.
കാരണം എന്തുകൊണ്ടറിയോ, 15 കൊല്ലം MLA ആയിട്ട് മുഖ്യമന്ത്രി മാസത്തിൽ 3 പ്രാവശ്യം മലമ്പുഴ വരുമ്പോൾ 5 കൊല്ലത്തിൽ 22 തവണയാണ് വന്നിരിക്കുന്നത്. 5 കൊല്ലത്തിൽ. എന്നിട്ടാണ് ഈ പറയുന്നത് എത്ര ദുരിതാശ്വാസ നിധി പാവപ്പെട്ടവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് MLA ആനുകൂല്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. മദ്രാസ് പിന്നേഴ്സ് പൂട്ടി, നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടി. യാതൊരു കമ്പനി പുതുതായിട്ട് അച്യുതാനന്ദൻ MLA എന്നുള്ള നിലയ്ക്ക് ആ വ്യവസായ മേഖലയ്ക്ക് യാതൊരു സംഭാവനയും ചെയ്തിട്ടില്ല എന്ന് അടിയവരായിട്ട് പറയാൻ അവിടുത്തെ പ്രദേശത്തുകാരനായി എനിക്ക് കഴിയും. അവിടെ ചെയ്തത് മുഴുവനും തന്നെ UDF ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റുമാണ്. അതിൽ യാതൊരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ടാണ് ഒരു വാക്ക് പറഞ്ഞ് അവസാനിക്കുക. അതുകൊണ്ടാണ് വന്യവയോധികനായ നിങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്ന അച്യുതാനന്ദനെ ഈ 92ാമത്തെ വയസ്സിലും വോട്ടിന് വേണ്ടി കഴിഞ്ഞ 15 കൊല്ലവും ചെയ്യാത്ത പോലെ ഇപ്പൊ ഈ നട്ട വെയിലില് രാജ്യം മുഴുവൻ കൊണ്ടുപോകുന്നത്. എന്തിനു പോകുന്നു? വീട്ടിലിരുന്നാ ജയിക്കില്ലേ? നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്നാ ജയിക്കും. നാട് മുഴുവൻ പോകേണ്ട കാര്യമില്ല. മലമ്പുഴ എന്ന് പറയുന്നത് നമ്മൾ അറിയുന്ന ഒരു മലമ്പുഴയുണ്ട്. അതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ആ വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള മലമ്പുഴയിൽ 50 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കാൻ നേതൃത്വം കൊടുത്തത് സഖാ VS ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്ട്രുമെന്റേഷൻ പൂട്ടാൻ പോകുന്ന സന്ദർഭത്തിൽ ഡൽഹിയിലേക്ക് ഓടിയെത്തി ഡൽഹിയിലെ കേന്ദ്രമന്ത്രിമാരെ കൊണ്ട് പോലും ഇടപെടിപ്പിച്ച് ആ ഇൻസ്ട്രുമെന്റേഷൻ പൂട്ടാതെ അതിനെ സംരക്ഷിച്ചത് ബഹുമാനപ്പെട്ട സഖാ VS ആണ്. അവിടെയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തത് സഖാ VS ആണ്. ആ സഖാ VS ഇല്ലെങ്കിൽ ഇന്ന് വ്യവസായ മേഖലയില്ല, വ്യവസായ തൊഴിലാളിയില്ല. പണ്ട് വ്യവസായ മേഖലയിൽ നിങ്ങൾക്കറിയാമോ, കിഡ്നി വിൽക്കാനുണ്ട് എന്ന് ബോർഡ് എഴുതി വെച്ച സ്ഥലമായിരുന്നല്ലോ കഞ്ചിക്കോട്. അവിടെ ഒരു ഐശ്വര്യ സമ്പൂർണമായ ഒരു വ്യവസായ മേഖല സൃഷ്ടിച്ചത് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ സഖാ VS അങ്ങനെയാണ് കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി സഖാ VS ഇടപെട്ടത്. നേരത്തെ ചോദിച്ച 2 ചോദ്യങ്ങൾക്കുള്ള ഉപചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, കൃഷ്ണൻകുട്ടേട്ടനും ഞാനും സഹകാരികളാണ്. ഈ സഹകരണ മേഖലയെ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി ത്രിവേണി സംവിധാനം, അതുപോലെ തന്നെ സഹകരണ മേഖലയെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നീതി സ്റ്റോറുകളും നീതി മെഡിക്കൽ സ്റ്റോറുകളും നടത്തിയതാണ് LDF ഗവൺമെൻറ്. അത് അട്ടിമറിച്ചുകൊണ്ട് ഈ നീതി മെഡിക്കൽ സ്റ്റോർ സംവിധാനം അല്ലെങ്കിൽ കൺസ്യൂമർ ഫെഡിനെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറ്റിയതല്ലേ UDF സർക്കാർ. ആദ്യമായി അധികാരം ഏറ്റെടുത്ത് ആദ്യം ചെയ്ത് അതിനുള്ള ഫണ്ട് ഇല്ലാതാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ അവിടെ കഴിയാവുന്നതെല്ലാം ചെയ്തു. എന്തിന്? ഈ കൺസ്യൂമർ ഫെഡിനെ പൂട്ടാൻ വേണ്ടി. ഏറ്റവും ഒടുവിൽ അഴിമതിയിൽ മുങ്ങി താഴെയാണ്. ഇവിടെ BJP പ്രതിനിധിയോടൊരു ചോദ്യം ചോദിക്കാൻ, അത് ഉപചോദ്യം തന്നെയാണ്. ഇപ്പോൾ 15 ലക്ഷം രൂപ വെച്ച് എല്ലാവരുടെയും അക്കൗണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ടവർ 0 ബാലൻസ് അക്കൗണ്ട് തുടങ്ങിയിരിക്കുക, ഇപ്പോഴും കാത്തിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്ന നിയമം എന്താ? കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്താ ചെയ്ത്? എല്ലാ കള്ളപ്പണവും വെളുപ്പിക്കാൻ വേണ്ടിയുള്ള നിയമമല്ലേ നിങ്ങൾ ഉത്തരവിറക്കിയത്? അതിന് മറുപടി പറയണം. ഒരു കാര്യം ഈ ചോദ്യം ചോദിച്ച സുഹൃത്ത് ഒരു ബാങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന ആളാണെന്ന് എന്റെ വിശ്വാസം. അദ്ദേഹം ഈ 15 ലക്ഷം രൂപ കൊണ്ടുവന്ന് ബാങ്കിലിടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ അക്കൗണ്ട് തുടങ്ങിയെന്ന് പറയുന്നത്. ഇത്രയും ഒരു വിവരമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്ന ഘട്ടത്തിലൂടെയാണ്. എവിടെയാണ് പ്രധാനമന്ത്രി? സുഹൃത്തെ, ഒരു കാര്യം നാണം കെട്ട കാര്യം പറയരുത്. പ്രധാനമന്ത്രി കള്ളപ്പണം കൊണ്ടുവരുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞത് പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിലാണ്. പ്രധാനമന്ത്രി ആയ ശേഷം നിങ്ങൾ എവിടെ കിടക്കണത്? നിങ്ങൾ അവിടെ വിവരമില്ലെങ്കിൽ അത് പറ, വിവരക്കേട് പറയരുത്. ബിജെപിയുടെ മാനിഫെസ്റ്റോയിൽ അതുണ്ടെങ്കിൽ ഞാൻ ഈ പണി നിർത്താം. അത് തെളിയിച്ചോണ്ട കോൺഗ്രസിലെ കൃഷ്ണൻകുട്ടിയോടാണ് ചോദ്യം. താങ്കൾ പറഞ്ഞു VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒന്നും ചെയ്തില്ലാന്ന്. അദ്ദേഹം വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിധവകൾക്കും പ്രായവർക്കുള്ള പെൻഷൻ അദ്ദേഹം വന്നത് മുഖ്യമന്ത്രി ആയതും ഏറ്റവും ഫസ്റ്റ് കുടിശ്ശിക അടക്കം കൊടുത്തു തീർത്തിട്ടാണ് അദ്ദേഹം എല്ലാ പാവപ്പെട്ടവർക്കും മുൻഗണന കാട്ടിയത്. അല്ലാതെ നിങ്ങളെ മാതിരി ഇപ്പോൾ പാവപ്പെട്ടവരുടെ ടൗൺ ഹാളിൽ വിളിച്ചു വരുത്തിയിട്ട് പെൻഷൻ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് പറ്റിക്കണ ഒരു സമീപം നടത്തുന്നത് നിങ്ങളുടെ ഇതാണോ? അതോ സഖാവ് അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ 12 ലക്ഷം തൊഴിൽ ക്ഷേമ പെൻഷൻ, 12 ലക്ഷം പേർക്കാണ് തൊഴിൽ പെൻഷൻ, മൊത്തം ക്ഷേമ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് 37 ലക്ഷം
അല്ല, ഇന്ന് 37 ലക്ഷം പേർക്കാണ് ഈ കേരളത്തിലെ ക്ഷേമ പെൻഷൻ കിട്ടുന്നത്. അപ്പൊ ഈ 5 കൊല്ലത്തെ ക്ഷേമ പെൻഷൻ 12 ലക്ഷം 37 ലക്ഷം ക്ഷേമ പെൻഷനുകൾ മുടങ്ങി കിടക്കുകയില്ലേ? വ്യത്യാസമില്ലേ? ഇത് അറിയില്ല എന്ന് പറഞ്ഞ് നടിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇല്ല, വണ്ടിച്ചെക്ക് വിഷയങ്ങൾ പോലും വലിയ ചർച്ചയായിട്ടുള്ളതല്ലേ? ക്ഷേമ പെൻഷനുകൾ മുടങ്ങി കിടക്കുകയില്ലേ? പഠിച്ചിട്ട് പറയണം. വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എനിക്ക് രണ്ട് ചോദ്യമാണ് പ്രത്യേകിച്ച് ചോദിക്കാണ് UDF-നോടും LDF-നോടുമായിട്ട്. ഒന്ന്, കർഷക രണ്ട് പേർക്ക് പറയാൻ ബാധ്യസ്ഥരുണ്ട്. കർഷക രക്ഷയ്ക്ക് വേണ്ടി ഇവിടെ കേരളത്തിൽ നമുക്ക് പത്രം കൊടുത്താൽ തോന്നും ഈ കേരളം മൊത്തം റബ്ബർ കൃഷി മാത്രമേ ഉള്ളൂ, മറ്റുള്ള കൃഷികളൊക്കെ ഒന്നുമില്ല. റബ്ബർ കർഷകരുടെ കാര്യങ്ങൾ മാത്രം പറയാൻ മാത്രം രാഷ്ട്രീയ കക്ഷികൾ ഒന്നടങ്കം ഡൽഹിക്കും അവിടെ ഇവിടെയൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റുള്ള കർഷകരുടെ രക്ഷയ്ക്ക് വേണ്ടി അവർക്കൊരു സ്ഥിരം വരുമാന സ്ഥിരതയ്ക്ക് ഉണ്ടാക്കുന്ന സംവിധാനത്തിന് വേണ്ടി UDF-നും LDF-ഉം എന്താണ് പറയാനുള്ളത്, ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്? ഒന്ന്. രണ്ടാമത്തെ ഒരു വിഷയം, പാലക്കാടിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന നടക്കാവ് മേൽപ്പാലത്തിനെ സംബന്ധിച്ച്, ശകുന്തള ജംഗ്ഷനിലെ ആ മേൽപ്പാലത്തിനെ സംബന്ധിച്ച്, ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ നിലപാട് UDF-നും LDF-നും ഇന്ന് നഗരസഭ ഭരിക്കുന്ന BJP-ക്കും പറയാനുള്ള മറുപടിയുണ്ട്. അതിന് വ്യക്തമായ തീരുമാനം ഉണ്ടായാൽ മാത്രമേ പാലക്കാട് ജനത അതിനോടനുസരിച്ച് നിൽക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവുണ്ടാവും. ഞാൻ പറഞ്ഞോട്ടെ, ഈ കർഷകരുടെ കാര്യം അങ്ങേര് പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾ ഇറക്കിയിട്ടുള്ള മാനിഫെസ്റ്റോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതല്ല ഇപ്പൊ എന്ത് ചെയ്യാൻ പോണു, നിങ്ങൾക്ക് വല്ല പരിപാടി ഉണ്ടോ എന്നുള്ളതാ ചോദിച്ചത്. അതിനാണ് ആൻസർ പറയേണ്ടത്. അതുകൊണ്ട് ഇപ്പൊ ഇറക്കിയിട്ടുള്ളത് കാരുണ്യ ലോട്ടറി പോലെ തന്നെ കർഷക ലോട്ടറി ഇറക്കാൻ പോകുന്നുണ്ട്. അതിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ പാലക്കാട് ജില്ലയിലെ മറ്റ് കർഷകർക്ക് ആനുകൂല്യം വിതരണം ചെയ്യാൻ. ഇവിടെ പരാതി ഉയർന്നത് റബ്ബർ കർഷകരുമായ ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു? അതൊരു വോട്ട് ബാങ്ക് ആണ്. റബ്ബർ കർഷകരുടെ വിഷയങ്ങൾ വോട്ട് ബാങ്ക് ആയതുകൊണ്ട് മാത്രമാണോ അത് ചർച്ച ചെയ്യപ്പെടുന്നത്? അതാണ് ചോദിച്ചത്. ചെയ്യുന്നതാണ് ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ടാണോ മറ്റു കൃഷി അവഗണിക്കുന്നത് എന്നതാണ്. അവഗണിക്കില്ല. അതിനുള്ള ക്ഷേമ പദ്ധതികൾക്ക് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അക്ഷരം പറഞ്ഞ് നടപ്പിലാക്കുമെന്ന് ചോദിച്ചത്. മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയെ കുറിച്ചല്ല, 5 വർഷം ചെയ്തതിനെ കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. 5 വർഷം ചെയ്തതിനെ കുറിച്ചാണല്ലോ വില വർധന ഉണ്ടാക്കിയത്, പെൻഷൻ വർധന, കൃഷിക്കാർക്ക് പെൻഷൻ വർധന ഉണ്ടായത്, വള സബ്സിഡി കൊടുത്തത്, ലോണ് വായ്പ, പലിശരഹിത വായ്പ കൊടുത്തത്. ഇതൊക്കെ വെറുതെയാണോ? ഇതെല്ലാം വായ്പ കൊടുത്തില്ലേ കൃഷിക്കാർക്ക്? വന്യമൃഗങ്ങളുടെ വന്യമൃഗ സംരക്ഷണത്തിന് ഒരു തവണയെ നഷ്ടപരിഹാരം കൊടുക്കാൻ പാടുള്ളൂ. ഈ ഗവൺമെന്റ് 4 തവണ കൊടുക്കാന്ന് പറഞ്ഞു. 4 തവണ കൊടുക്കാൻ പറഞ്ഞു. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരേണ്ടത്. എന്താണ് ഓരോ മുന്നണിയും ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ശരിയായ ചോദ്യങ്ങൾ ഇതുപോലെയുള്ള പടക്കളങ്ങളിൽ ഉയർന്നു വരണം. എന്നാലേ ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നോക്കൂ, ഇവിടെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാഴ്ചപ്പാട് എന്താ? റബ്ബർ കൃഷിക്കാരൻ്റെ മാത്രമല്ല കേട്ടോ പ്രശ്നം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത് എല്ലാ കൃഷിക്കാരും പ്രതിസന്ധിയിലാണ്. ആ എല്ലാ കൃഷിക്കാരുടെയും പ്രതിസന്ധി പരിഹരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്ന കാര്യം, എല്ലാ കാർഷികോൽപ്പന്നങ്ങൾക്കും മതിയായ വില കൊടുത്തിട്ട് സംഭരിക്കും, എന്നിട്ട് ചുരുങ്ങിയ വിലക്ക് സാധനങ്ങൾ വിതരണം ചെയ്യും. മുമ്പ് 15 രൂപയ്ക്ക് നെല്ലെടുത്ത് 1 രൂപയ്ക്ക് 1 കിലോ അരി വിതരണം ചെയ്ത മാന്ത്രിക വിദ്യ പ്രകടിപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിനെ പോലെ എല്ലാ കാർഷികോൽപ്പന്നങ്ങളും മതിയായ വിലക്കെടുത്ത് ചുരുങ്ങിയ വിലക്ക് വിതരണം ചെയ്യും. മറ്റൊന്ന്, ഇവിടെ 3 ലക്ഷം വരുന്ന ആളുകൾക്ക് പാർപ്പിടയില്ല. EMS പാർപ്പിട പദ്ധതി എന്ന് പറയുന്ന പാർപ്പിട പദ്ധതിയെക്കുറിച്ച് കേട്ടപ്പോഴേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്കാർക്ക് വിരളി പിടിച്ചു. നോക്കൂ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താ പറയുന്നതെന്ന് അറിയോ? സന്തോഷ് മാധവന്മാർക്കോ വിജയ് മല്യക്കോ അല്ല ഭൂമി കൊടുക്കുക, 3 ലക്ഷം വരുന്ന പാവങ്ങൾക്ക് ഭൂമി കൊടുത്ത് വീടുണ്ടാക്കി കൊടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കും. അതുപോലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ കൃഷിക്കാരന് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യാൻ ആവശ്യമായ വ്യവസായങ്ങൾ ഉണ്ടാകും. അകത്തേത്തറയിലെ മേൽപ്പാലം ബഹുമാനപ്പെട്ട MLA പറഞ്ഞത് ഇതിനി വന്നാൽ ശരിയാക്കുന്നുള്ളതാണ്. സഖാവ് ഒരു കാര്യം പറയണം, അകത്തേത്തറ ഉൾപ്പെടുന്ന മലമ്പുഴ മണ്ഡലത്തിൽ ഇത്രയും കാലം കേരളത്തിലെ നിയമസഭയെ പ്രതിനിധീകരിച്ച ആരാ? അവിടെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നില്ലേ, ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ലേ, എല്ലാവരും ഉണ്ടായിരുന്നില്ല, എത്ര മന്ത്രിമാരുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇനിയും 5 കൊല്ലം വേണം അവിടെ? ഇവിടെയാണ് BJP പറയുന്നത് റെയിൽവേ, കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേ 50% റെയിൽവേ റെഡി. സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്താൽ, പ്രിയപ്പെട്ടവരെല്ലാവരും മനസ്സിലാക്കണം,
സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്തു കൊടുത്താൽ നിർമ്മാണ ചെലവിന്റെ 50% റെയിൽവേ നൽകാൻ റെഡിയാണ്. റെയിൽവേ പോലും BJP പ്രതിനിധികൾ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ട് സംസാരിച്ച് എല്ലാം റെഡിയാണ്. പക്ഷേ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ആഗോള വിപണിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണാധികാരം തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് NDA BJP ഗവൺമെന്റ് ഇപ്പോൾ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വളരെയധികം കുറഞ്ഞിട്ടും അത് ഏറ്റെടുക്കാൻ തയ്യാറായത് പെട്രോളിയം കമ്പനികളുടെ ഇഷ്ടാനുസരണം വേണു. താങ്കൾ UPA സർക്കാർ ഭരിക്കുന്ന കാലത്ത് പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിരന്തരം പ്രക്ഷോഭ പരിപാടികൾ നടത്തി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണ അധികാരം സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എന്താണ് അത് ചെയ്യാത്തത്? രണ്ടാമത്തെ ചോദ്യം, അതുപോലെ തന്നെ കള്ളപ്പണം NDA സർക്കാർ അധികാരത്തിൽ വന്നാൽ 6 മാസത്തിനകം തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ എന്താണ്? കള്ളപ്പണം നേരത്തെ പറഞ്ഞതാണ് പെട്രോളും ഡീസലും കാര്യത്തില് വില അധികാരം കമ്പനികൾക്ക്, എണ്ണ കമ്പനികൾക്ക് കൊടുത്തത് BJP സർക്കാരല്ല. ആദ്യം അത് മനസ്സിലാക്കണം. BJP സർക്കാരല്ല. നിങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ക്രൂഡ് ഓയിലിന്റെ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നതനുസരിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അന്താരാഷ്ട്ര വിപണിയിൽ നമ്മള് ഇവിടെ നിന്ന് 25 കിലോമീറ്റർ നേരെ അങ്ങോട്ട് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് കഴിഞ്ഞ് കേരളം കഴിഞ്ഞ് തമിഴ്നാട് പ്രവേശിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെട്രോളിന് എന്താണ് വില, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ പെട്രോളിനും ഡീസലിനും എന്താണ് വില, ആദ്യം അത് മനസ്സിലാക്കി. 21 രൂപ സ്റ്റേറ്റ് ടാക്സ്, 21 രൂപ സ്റ്റേറ്റ് ടാക്സ് നടപ്പിലാക്കിയത് കേരള സർക്കാരാണ്. പിന്നെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില നടപ്പിലാക്കാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, ഇന്ന് വരെ കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഈ നരേന്ദ്രമോദി സർക്കാർ 1.5 കൊല്ലത്തിനിടയിൽ 33,000 കോടി രൂപയാണ് കൊടുത്ത്. ഇവിടെ ഒരു സർക്കാർ ഉണ്ടായില്ല. ആ പൈസ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പൈസയാണ്. 33,000 കോടി. ഞാൻ വെല്ലുവിളിക്കണോ? 33,000 കോടി രൂപ ഇന്ന് വരെ ഒരു കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ഈ നടക്കാവിൽ മേൽപ്പാലം പറഞ്ഞു അതിന്റെ കൺവീനർ ഞാനാണ്. 2009 അദ്ദേഹം മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായൊക്കെ എപ്പോഴും പരാതി കൊടുത്തുകൊണ്ടൊന്നും ചെയ്തില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് MLA ആവശ്യപ്പെട്ടാലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. MLA ഇത് ആവശ്യപ്പെടുന്നില്ല. ബഹുമാനപ്പെട്ട ഹംസ MLA ഷാഫി പറമ്പിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന പോലെ തന്നെ ഹംസ MLA ചോദിച്ചതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഹംസ MLA ചോദിച്ചതെല്ലാം തന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് കൈവച്ച് പറയണം. പ്രതിപക്ഷ MLA-മാർക്ക് തുല്യമായിട്ട് 141 MLA-മാർക്കും തുല്യമായി കൊടുത്ത ഉമ്മൻചാണ്ടിയാണ്. ചോദ്യം ബഹുമാനപ്പെട്ട ഒരു മിനിറ്റ്, MLA-യോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടും ഒറ്റ ചോദ്യം, VS അച്യുതാനന്ദൻ ജയിച്ചാൽ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കുമോ? ഒരു പടക്കളത്തിൽ ചോദിക്കേണ്ട ചോദ്യമാണോ? അടുത്ത മുഖ്യമന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വേണം. ഞങ്ങൾ എന്തായാലും മുഖ്യമന്ത്രിയാവും. ഞങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. ആ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് ഈ പടക്കളത്തിൽ എന്നെ പോലെ ഒരാളാണോ പ്രഖ്യാപിക്കേണ്ടത്? ഒന്നത്. രണ്ടാമത് എന്റെ ബാസിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യത്തിന് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ബാസിച്ചേട്ടൻ നല്ലൊരാളാണ്. അദ്ദേഹം പറഞ്ഞത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിയന്ത്രിക്കാൻ മാർക്കറ്റിൽ അധികാരം കൊടുത്തത് BJP അല്ല എന്ന് പറഞ്ഞു. പെട്രോളിന്റെ വില നിയന്ത്രിക്കാനുള്ള അധികാരം മാർക്കറ്റിന് കൊടുത്തത് കോൺഗ്രസ്. ഡീസലിന്റെ വില നിയന്ത്രിക്കാൻ മാർക്കറ്റിന് അധികാരം കൊടുത്തത് BJP. ഇവിടെ $140 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് വില കൂടിയപ്പോൾ ആ സന്ദർഭത്തിലാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത്. ഇപ്പോൾ അത് 40 റുപ്യയായി. ഇപ്പം 39 രൂപയായി. ആ 39 രൂപയായാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില 4-1 ചുരുക്കണ്ടേ? അതിനുള്ള ധൈര്യം നരേന്ദ്രമോദി കാണിക്കണ്ടേ? നരേന്ദ്രമോദി എന്താ പറഞ്ഞെന്നറിയോ? ഇതിന്റെ ആനുകൂല്യം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന പാവങ്ങളല്ല ഉപയോഗിക്കേണ്ടത്. ഇതിന്റെ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കേണ്ടത് ടാറ്റയാണ്, ബിർളയാണ്, റിലയൻസ് ആണ്, അദാനിയാണ് എന്ന് പറയുകയാണ് നരേന്ദ്രമോദി. ഒരു കാര്യം ഇന്ത്യയിലെ BJP നേതാവിനോടും കോൺഗ്രസ് നേതാവിനോടും ചോദിക്കാനുള്ളത്, ഒന്ന്, കോൺഗ്രസ് നേതാവ് പറഞ്ഞു ക്ഷേമ പദ്ധതികൾ ഞങ്ങൾ മുഴുവൻ കൊടുത്തു തീർത്തു, അല്ലല്ല ക്യാമ്പയിൻ വെച്ച് കൊടുത്തു തീർത്തു എന്നാണ്.
ഓരോ ആളുകളെയും സ്ട്രെച്ചറിൽ കൊണ്ടുവന്ന് തീരെ സുഖമില്ലാത്തവരെ നല്ല രൂപത്തിൽ വേദനിപ്പിച്ചിട്ട് പലവർക്കും പൈസ കിട്ടാതെ പോയിട്ടുണ്ട്. മാത്രമല്ല വീട്ടിൽ പോസ്റ്റ്മാൻ കൊണ്ട് കൊടുക്കുന്ന പൈസ ക്യൂ നിന്ന് വാങ്ങേണ്ട സ്ഥിതിയിലേക്ക് UDF സർക്കാർ വരുത്തിച്ചു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പെട്രോൾ ഡീസലിന്റെ വില പറഞ്ഞ കാര്യം ഒന്ന് പറയാം. BJP-ക്കാർ പാലക്കാട് ടൗണിൽ കാറ് കെട്ടി വലിച്ച് സമരം നടത്തിയവരാ. ഇപ്പൊ എവിടെ പോയി BJP-ക്കാരുടെ? എവിടെ പോയി? ഏപ്രിൽ 16-ാം തീയതി പെട്രോളിന് വില കുറച്ചത് നിങ്ങൾ ഏത് ലോകത്തായിരിക്കുന്നത്? എവിടെ ഭരിക്കുന്നത്? ഒരു കാര്യം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറയ്ക്കണ്ടേ? ഒരു കാര്യം കൂടെ ഉണ്ട്. എല്ലാം NDA സർക്കാർ തരുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു കോച്ച് ഫാക്ടറിയുടെ കല്ല് കോട്ട മൈതാനത്ത് കൊണ്ടിട്ട് അത് മോശമല്ല. കയ്യടിച്ചാ മതി കേട്ടോ. കയ്യടിച്ചാ മതി. എന്തായാലും BJP-ക്ക് അഭിമാനം ഇല്ല എന്നുള്ള കാര്യം UDF പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, വളരെ ഒന്ന് ആവേശം കൊള്ളാതെ ഒരു ചെറിയ മറുപടി തരണം. തുടർ ഭരണം വരും എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനാണെങ്കിൽ 1300ഓളം ഓർഡിനൻസ് മെത്രാങ്കായല്, മറ്റേ നമ്മളെ അവിടെ സ്വാമിക്ക് സ്ഥലം, മറ്റേ കരുണ എസ്റ്റേറ്റിലെ ടാക്സ് അടയ്ക്കല്, ഇങ്ങനെ 1300 ഓർഡർ ഈ മന്ത്രിസഭ ഇറങ്ങുന്നതിന് മുമ്പ് ഇറക്കിയത് എന്തിനാണ്? മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ട് അറിയില്ലേ വരില്ല എന്നുള്ളതുകൊണ്ട്? അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ ഒരു ചോദ്യമാണുള്ളത്. ഈ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. കാരണം എന്താ അറിയോ, അധികാരം വിട്ടുപോകുന്ന എല്ലാ ഭരണകൂടങ്ങളും അവർക്ക് ചെയ്യാനുള്ളതെല്ലാം എല്ലാ കാലത്തും തെറ്റുണ്ടെങ്കിൽ അത് തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് തിരുത്താനുള്ള വിവേകവും തന്റെടവും കാട്ടിയവരാണ്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? തെറ്റുണ്ടെങ്കിൽ തിരുത്തും. ഇടതുപക്ഷത്തിനോടുള്ള ചോദ്യം. പാലക്കാട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, പാലക്കാടിന്റെ സ്ഥാനാർത്ഥി NN കൃഷ്ണദാസിന്റെ സ്പോൺസർ ഈ വിവാദ വ്യവസായി ചാക്ക് രാധാകൃഷ്ണനാണ്. അതിന്റെ ഉദാഹരണം എല്ലാ ബോർഡുകളിലും ചാക്ക് രാധാകൃഷ്ണൻ, എല്ലാ ഫ്ലാറ്റുകളിലും NN കൃഷ്ണദാസിന്റെ പടമുണ്ടല്ലോ. ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 140 സ്ഥാനാർത്ഥികളുണ്ട് കേരളത്തിൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 140 സ്ഥാനാർത്ഥികളുടെ സ്പോൺസർ ഈ രാജ്യത്തിലെ പാവപ്പെട്ട ജനങ്ങളാണ്. അവരാണ് ഞങ്ങളുടെ സ്പോൺസർ. നിരവധി വിഷയങ്ങൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഒരു മറുപടി തന്നെ ആയിരിക്കും മെയ് 16 അറിയാൻ കഴിയുന്നത്. ഏതായാലും പടക്കളം പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗുഡ് ബൈ.